ഏകീകൃത കുർബാന അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി സംഘടനകൾ. വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് എന്ന പേരിൽ ഏകോപന സമിതി രൂപീകരിച്ചുകൊണ്ട് സീറോ മലബാർ സഭയോടൊപ്പം ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി പോരാടുന്ന എല്ലാ സംഘടനകളും സംയുക്തമായി പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. സീറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ച കുർബാന, മാർപ്പാപ്പ നിർദ്ദേശിച്ച ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംഘടനകളെയും ഞങ്ങൾ ഇവിടെ അണിനിരത്തുകയാണ്. ആ സംഘടനകള് ഒന്നിച്ച് ഒരു ഏകോപന സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് വൺ ചർച്ച് വൺ മൂവ്മെന്റ്, വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് എന്നതാണ്. ഇപ്പോൾ സഭ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മെട്രോപൊളിറ്റൻ വികാരി മാർ ജോസഫ് പാംപ്ലാനി ഈ അതിരൂപതയെ വിമതർക്ക് അടിയറ വെക്കാനുള്ള ചില നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സമവായം എന്ന് ഓമന പേരിട്ടുള്ള ചില സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത്. മതം എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും ഉത്ഭവിച്ചത് ധർമ്മവും സത്യവും സംരക്ഷിച്ച് പോകുന്ന ഒരു സംവിധാനം സമൂഹത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന്റെ ധാർമ്മിക ആചാര്യന്മാർ, ആത്മീയ ആചാര്യന്മാർ ആ സത്യധർമ്മങ്ങൾ പുലർത്തുന്നവരായിരിക്കണം. ഇത് മതം തന്നെ ആയിക്കൊള്ളട്ടെ. അത്തരത്തിൽ സീറോ മലബാർ സഭയുടെ തലപ്പത്തിരിക്കുന്ന റാഫേൽ തട്ടിൽ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സഭയുടെ അധികാരി, ഒപ്പം അദ്ദേഹത്തിന്റെ വികാരി ആയിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാർജ് വഹിക്കുന്ന അദ്ദേഹം, ഇവർ രണ്ടുപേരും ഇപ്പോൾ ജനുവരിയിൽ നടന്ന സിനഡിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങളെ പഠിച്ച് മനസ്സിലാക്കി പരിഹരിക്കേണ്ട വ്യക്തികളാണ്, ആത്മീയ ആചാര്യന്മാരാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ കാണേണ്ടത്, നമ്മൾ തൊട്ടു മുമ്പുണ്ടായിരുന്ന ബോസ്കോ പുത്തൂർ പിതാവ് ഒരു വർഷത്തോളം ഇവിടെ ഇരുന്നതാണ്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളില് അദ്ദേഹം സഭയെ മനസ്സിലാക്കുകയും എറണാകുളത്തെ വൈദികരുടെ ലക്ഷ്യം എന്താണെന്ന്, കുർബാന പ്രശ്നമല്ല അവരുടെ ലക്ഷ്യമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം നടപടികളെടുത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് മാർ പാംപ്ലാനിയും അതുപോലെ തന്നെ മാർ തട്ടിലിനും ആ കാര്യങ്ങളിലേക്ക് അധികാരങ്ങൾ കൈമാറ്റപ്പെട്ടത്. മാർ പാംപ്ലാനിയും മാർ തട്ടിലും ഈ സഭയെ ഇനി നശിപ്പിക്കാൻ അനുവദിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതിനാൽ അവർ ഇവിടെ നിന്ന് രാജിവെച്ച് മാറണം. മാർപ്പാപ്പയെ സിനഡിനെ അനുസരിച്ചുകൊണ്ട് വേണം ഇവിടെ പ്രവൃത്തികളെല്ലാം ചെയ്യാനായിട്ട്. ഇവർക്ക് കഴിവില്ല എങ്കിൽ ആ സ്ഥാനത്ത് തുടരരുത്. ഞങ്ങളുടെ സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് കാനൂൺ നിയമപ്രകാരം പുരോഹിതന്മാർക്ക് സഭയുടെ പെർമിഷൻ ഇല്ലാതെ ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള യാതൊരു അവകാശങ്ങളുമില്ല. അതുകൊണ്ട് ലംഘിച്ചുകൊണ്ട് ശ്രീമാൻ ജോയി കണ്ണമ്പുഴ സെറ്റിലറായിട്ടും പോൾ ചിന്നപ്പള്ളി ട്രസ്റ്റി ആയിട്ടും ഏകദേശം 10ഓളം പേരെ ആഡ് ചെയ്തുകൊണ്ട്, അതായത് ജെറി ഞാളി ഉൾപ്പെടെയുള്ള അച്ഛന്മാരെ ആഡ് ചെയ്തുകൊണ്ട് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ട്രസ്റ്റ് സീറോ മലബാർ സഭയെ പാരലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന്റെ ട്രസ്റ്റ് ഡീഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം 33ഓളം ഒബ്ജക്റ്റീവ്സ് ആണ് അതിനകത്ത് അവർ വെച്ചിരിക്കുന്നത്. അവരുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജനാഭിമുഖ കുർബാന നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ട്രസ്റ്റ് ത്രൂ ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഈ ട്രസ്റ്റ് തന്നെ ഒരു പാരലൽ സഭയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സഭ വിട്ടു പോയാൽ പോരെ. എറണാകുളം അങ്കമാലി അതിരൂപത സഭയ്ക്ക് ഇഷ്ടം പോലെ സ്വത്തുക്കൾ, ഇഷ്ടം പോലെ പള്ളികൾ, സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. ഇതെല്ലാം ഈ ഏകം കോൺഫെഡറേറ്റയുടെ പേരിൽ അടിച്ചു മാറ്റിക്കൊണ്ട്, ഇവിടുത്തെ അൽമാരുടെ സ്വത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് അവരുടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൂടി അവരെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് സഭാ നേതൃത്വത്തോട് പറയുവാനുള്ളത്, ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത അച്ഛന്മാരെ കാനൂനിക നിയമപ്രകാരം സഭയിൽ നിന്ന് പുറത്തുവാക്കാൻ വേണ്ടി വേറെ പ്രൂഫുകളുടെ ഒന്നും ആവശ്യമില്ല. ഇമ്മീഡിയറ്റ്ലി ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അച്ഛന്മാരെ സഭയിൽ നിന്ന് പുറത്താക്കുകയും സഭാവിശ്വാസികളുടെ സ്വത്ത് അടിച്ചു മാറ്റാനുള്ള സംവിധാനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബാധ്യത സഭാ സംവിധാനത്തിനുണ്ട്. അത് മേജർ ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനിയും നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. ഞായറാഴ്ച തൊട്ട് ഞങ്ങൾക്കൊരു കുർബാന കാണാനായിട്ട്, ഒരു ഏകീകൃത കുർബാന കാണാനായിട്ട് ഒരു അവസരം തരാത്ത സഭാപിതാക്കന്മാർ ഈ സഭയില് നമ്മൾക്ക് ആവശ്യമില്ല. ഈ സഭയെ അനുസരിക്കാതെ വിമത പ്രവർത്തനം നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികരെ പോലും നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഈ മേജർ ആർച്ച് ബിഷപ്പും മാർ പാംപ്ലാനി പിതാവും
ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ 100% ഞങ്ങൾ പറയുന്നത്. എല്ലാ സംഘടനയും കൂടി ഒന്നിച്ചും എല്ലാ കൂട്ടായ്മയുണ്ട്. 328 പള്ളികളുണ്ട് ഈ രൂപതയിൽ. ഈ 16 ഫൊറോനകളിലായിട്ട് 328 പള്ളികളുണ്ട്. ഈ പള്ളികളിലുള്ള കൂട്ടായ്മ എല്ലാവരും കൂടി ഒറ്റയടിക്കെടുത്തൊരു തീരുമാനമാണ്. ഇനി ഈ 2 പിതാക്കന്മാര് നമുക്ക് ആവശ്യമില്ല. കാനൻ ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ്, ഈ കാനൻ ലോയിലെ പ്രൊവിഷൻസിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ടുമാണ് മാർ ജോസഫ് പാംബ്ലാനി ഇപ്പോൾ ഇവിടെ ഈ രൂപതയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,